കലയുടെ കൂട്ടായ്മയ്ക്ക് ജഗദീഷിന്റെ വിനീതമായ നമസ്കാരം. പ്രിയമുള്ളവരെ, ഇന്ന് ഔപചാരികതകളില്ലാത്ത ഒരു സന്ധ്യയാക്കി ഇതിനെ നമുക്ക് മാറ്റാം. അപ്പുറത്തുള്ളവരെന്നോ ഇപ്പുറത്തുള്ളവരെന്നോ വ്യത്യാസമില്ലാതെ രസകരമായി കുറെ നിമിഷങ്ങൾ ചെലവഴിക്കാം. ഇന്ന് ആദ്യമായി എനിക്ക് ലാലിനോട് സംസാരിക്കാനുള്ളത് പ്രണയം എന്ന മധുരമായ വികാരത്തെ കുറിച്ചാണ്. ലാലിന്റെ പ്രണയം നമുക്കെല്ലാവർക്കും അറിയാം. ആടിയാലും പാടിയാലും സംസാരിച്ചാലും എല്ലാം പ്രണയം തുളുമ്പി നിൽക്കുന്ന ഭാവചലനങ്ങൾ. ഈ ശൈലിയുടെ ഉടമയ്ക്ക് പ്രണയത്തെക്കുറിച്ച് എന്താണ് പറയാറുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. ഞാൻ ക്ഷണിക്കുന്നു നമ്മുടെ പ്രിയങ്കരനായ ചങ്ങാതിയെ മോഹൻലാലിനെ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കാൻ. ഈ നടത്തയിൽ തന്നെ പ്രണയമുണ്ട്. സിനിമയിലുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ, പെൺകുട്ടികളൊക്കെ ഈ ചലനത്തിലും ഈ നോട്ടത്തിലും ഭാവത്തിലും വീണിട്ടുണ്ട്. യഥാർത്ഥ ജീവിതത്തിൽ വീണിട്ടുണ്ടോ ലാൽ? പ്രണയത്തെക്കുറിച്ച് ദിവസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം സംസാരിക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റാണ്. പ്രണയമെന്ന് പറയുന്നത് നമ്മുടെ അനശ്വരനായ കവി വയലാർ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇതിഹാസങ്ങൾ ജനിക്കും മുൻപേ, ഈശ്വരൻ ജനിക്കും മുൻപേ, പ്രകൃതിയും കാലവും ഒരുമിച്ച് പാടി പ്രേമം ദിവ്യമാമൊരനുഭൂതി. മനസ്സിൽ പ്രണയമില്ലാത്ത ആരുമില്ല. പ്രണയം എന്ന് പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ സ്പന്ദനമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ നമ്മുടെ മനസ്സിൽ നിന്നൊക്കെ പ്രണയം പൊയ്ക്കൊണ്ടിരിക്കുകയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. പരസ്പര വിദ്വേഷങ്ങൾ, യുദ്ധങ്ങൾ, ഭീകര സംഭവങ്ങൾ, ശത്രുത, ഇതെല്ലാം ഉണ്ടാകുന്നത് പ്രണയമില്ലായ്മയിൽ നിന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാധാകൃഷ്ണന്മാരുടെ പ്രണയം അല്ലെങ്കിൽ ഉത്തമഗീതത്തിലെ പ്രണയം, ലോകം മുഴുവൻ പ്രണയമാണ്. നമുക്ക് പ്രണയിക്കാം. ഞാനൊരു പ്രണയ മതം തുടങ്ങാൻ പോവുകയാണ്. അതിൽ മെമ്പർഷിപ്പൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അങ്ങോട്ട് പ്രണയം മാത്രം, എല്ലാവരെയും അൺകണ്ടീഷണൽ ലവ്, ഒന്നും തിരിച്ചാഗ്രഹിക്കാതെ മനസ്സ് തുറന്ന് നമുക്ക് സ്നേഹിക്കാം പരസ്പരം. നമുക്കൊന്നാകാം. ഇപ്പോൾ ഈ നാനാജാതിക്കാർ, ജാതിമതഭേദമില്ലാതെ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന പോലെ നമുക്ക് ലോകത്തെ കാണാം. നമുക്ക് കൈ ചോർത്ത് ചേർന്ന് നിന്ന് പ്രണയിച്ച് പ്രണയത്തെ ഈ ലോകത്തെ കാണാം, പരസ്പര വിദ്വേഷമൊന്നുമില്ലാതെ. ആ പ്രണയത്തിന് വേണ്ടിയിട്ട് രാധാകൃഷ്ണന്മാരുടെ പ്രണയത്തിനെ സ്മരിച്ചുകൊണ്ട് ഗോപികാ വസന്തം തേടി വനമാലി